നമസ്കാരം. ഉള്ളത് പറയാം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രഖ്യാപനവും KPCC പുനഃസംഘടനയും കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ അടപടലം വന്ന മാറ്റത്തിന് തെളിവായി. 1,70,000 വോട്ട് കിട്ടി രണ്ടാം സ്ഥാനത്തെത്തിയ അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവി കിട്ടിയില്ല. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ മുടക്കിയ 80 ലക്ഷം പോയത് മിച്ചം. കോൺഗ്രസിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽപ്പെട്ട് അബിൻ നാടുകടത്തപ്പെട്ടു. കരയാൻ മാത്രം അവസരം കിട്ടിയ ദേശീയ സെക്രട്ടറി പദവി. കോൺഗ്രസ് പുനഃസംഘടനയിലാകട്ടെ ജനറൽ സെക്രട്ടറി പദവിക്ക് വിലയില്ലാതായി. അഭിമാനകരവും സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഇന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടി ബഹുമാന്യനായ AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി എന്നെയും അതോടൊപ്പം തന്നെ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ശ്രീ ബിനു ചുള്ളിലിനെയും അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃനിരയിലേക്ക് പ്രിയപ്പെട്ട ശ്രീ അബിൻ വർക്കി കൊടിയാട്ടിനെയും അതോടൊപ്പം തന്നെ മുൻ KSU പ്രസിഡന്റായ ശ്രീ അഭിജിത്തിനെയും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്ന് പുറത്തു വന്നു. പല പേരുകൾ ചർച്ച ചെയ്തു. പക്ഷേ അതിൽ ഇന്ന് നേതൃത്വം ആ പേരുകളെല്ലാം തന്നെ ഈ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതൃരംഗത്ത് നിൽക്കുന്ന ആളുകളായി തന്നെ പരിഗണിച്ചാണ് ഞങ്ങളെല്ലാവരും ഒരു ടീമായി തന്നെ ഇതിൻ്റെ നേതൃരംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഞങ്ങളാരും തമ്മിൽ അങ്ങനെ ഒറ്റക്കെട്ടല്ലാത്തൊരു പ്രവണതയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനിച്ചു വളർന്ന ആളുകളാണ്. പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ്. പല തരത്തിലുള്ള പ്രതിസന്ധികൾ അതിജീവിച്ചു വന്ന ആളുകളാണ്. പക്ഷേ ഞങ്ങളെ എല്ലാവരും ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഞങ്ങളെ ഇടത്തോട്ട് തിരിയുന്ന പരിവർത്തന ചക്രാങ്കിതമായ ഈ ത്രിവർണ്ണ പതാകയാണ്. കോൺഗ്രസിൽ ഇനി KC പട്ടികയും ജെൻസി നേതാക്കളും. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകേണ്ട അബിൻ വർക്കിയെ ദേശീയ സെക്രട്ടറിയാക്കി നാട് കടത്തിയത് രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന I ഗ്രൂപ്പിന് കിട്ടിയ അടി. പഴയ പ്രതാപം ഇല്ലാതായ A ഗ്രൂപ്പിന് KM അഭിജിത്തിനെയും രക്ഷിക്കാനായില്ല. അഭിജിത്തും ഡൽഹിയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൊള്ളരുതായ്മ കാരണം VD സതീശന് കൈവിടേണ്ടി വന്ന യൂത്ത് ബ്രിഗേഡ് KC വേണുഗോപാലിന്റെ സഹായത്തോടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവി സ്വന്തമാക്കി. ഷാഫി പറമ്പിലിന്റെ കരുതീക്കത്തിൽ KCയുടെ പിന്തുണയിൽ OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പോൾ കരയാനല്ലാതെ അബിൻ വർക്കിക്ക് മറ്റു വഴിയില്ല. അബിനെ പ്രസിഡന്റാക്കാൻ കച്ചമുറുക്കിയ രമേശ് ചെന്നിത്തല ഇനി പരാതിക്കാരന്റെ റോളിലായിരിക്കും. നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. അതൊരു ഇൻ്ററിമായിട്ടുള്ള ഒരു കാര്യമാണ് അത്. ലക്ഷക്കണക്കിന് സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്തത്. അറിയാലോ, 1,70,000 വോട്ട്. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രവർത്തകർ തന്നതാണ്. അപ്പോൾ അവരുടെ എല്ലാ വിധത്തിലുള്ള പ്രതീക്ഷകളുടെയും വലിയ ഇത് തേരിലേറിയാണ് ഞാൻ ഉപാധ്യക്ഷ പദവിയിൽ പ്രവർത്തിച്ചത്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി. ഞാൻ നല്ല കുട്ടികളാണ് അവരെല്ലാവരും. എനിക്ക് വളരെ എല്ലാവരും അടുപ്പമുള്ള കുട്ടികളാണ്. അവരെല്ലാം നന്നായി വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. ഞാൻ അവരെല്ലാവരെയും അഭിനന്ദിക്കുന്നു. നന്നായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഉറപ്പായിട്ടും കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമല്ലോ. അതിനെന്താ കുഴപ്പം? കേരളത്തിൽ നിൽക്കട്ടെ, തീരുമാനത്തിൽ മാറ്റമില്ല. ഇപ്പൊ KC വേണുപോലെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലൊട്ടാകുന്നുണ്ട്. വർഷങ്ങളായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി കൈയാളിയ A ഗ്രൂപ്പിന് മത്സരിക്കുക പോലും ചെയ്യാത്ത ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു. മത്സരിച്ചില്ലെന്ന കാരണത്താലാണ് A ഗ്രൂപ്പ് മുന്നോട്ട് വെച്ച അഭിജിത്തിനെ ദേശീയ തലത്തിലേക്ക് അയച്ചത് എന്നത് വിരോധാഭാസം. വർക്കിംഗ് പ്രസിഡന്റ് പദവി എങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ A ഗ്രൂപ്പിന് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. അതും ഉണ്ടായില്ല. അബിനെ തഴഞ്ഞതിന് ന്യായീകരണമേ ഇല്ല. 1,70,000 വോട്ട് നേടിയ അബിനാണ് യൂത്തിന്റെ പിന്തുണ. ഒരു വോട്ട് ചേർത്തതിന് 50 രൂപ വെച്ച് 80 ലക്ഷം മുടക്കിയെന്ന് അബിൻ പറഞ്ഞത് സംഘടനാ തെരഞ്ഞെടുപ്പിലെ പണത്തിന്റെ സ്വാധീനം സമ്മതിച്ചതിന് തുല്യമാണെങ്കിലും മാങ്കൂട്ടത്തിന് പിന്നിൽ രണ്ടാമതെത്തിയത് നിസ്സാരമല്ല. മാങ്കൂട്ടത്തിൽ രാജിവെച്ചപ്പോൾ രണ്ടാമനായ അബിൻ തന്നെ പ്രസിഡന്റാകാൻ യോഗ്യൻ. പക്ഷേ നടന്നത് മറ്റൊന്ന്. സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ്, നാമനിർദ്ദേശത്തിലൂടെയല്ല പദവികൾ നിശ്ചയിക്കുന്നതെന്ന മേനി നടിക്കലും അബിനെ തഴഞ്ഞതോടെ നഷ്ടമായി. സംഘടനാ തെരഞ്ഞെടുപ്പിനെ പാർട്ടി തള്ളിപ്പറയുന്നതിന് തുല്യമായി ഈ പ്രഖ്യാപനം. PC വിഷ്ണുനാഥും ഡീൻ കുര്യാക്കോസും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പ്രസിഡന്റായത് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ്. അത് വീണ്ടും നോമിനേഷനിലേക്ക് മാറിയിരിക്കുന്നു. 19,000 വോട്ടുകൾ മാത്രമാണ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് നേടിയത്. വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ മത്സരിച്ചു പോലുമില്ല. അബിൻ വർക്കിയെ തഴഞ്ഞതിൽ കടുത്ത അതൃപ്തിയാണ് I ഗ്രൂപ്പിനുള്ളത്. എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആത്യന്തികമായി എനിക്ക് പാർട്ടിയാണുള്ളൂ.
ഞാൻ പറഞ്ഞില്ലേ, എന്നെ വെട്ടിക്കണ്ടിച്ച് 2 കഷണമാക്കിയാലും എൻ്റെ ഉള്ളിൽ നിന്ന് ചോരയായിരിക്കില്ല അവന്, അതൊരു ത്രിവർണ്ണമായിരിക്കും. എനിക്ക് എൻ്റെ പാർട്ടിയാണ്, ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുകയല്ല, ഞാൻ ജീവിക്കുമായിരുന്നു ഈ പാർട്ടിയിൽ. എനിക്ക് പാർട്ടിയിൽ ജീവിക്കാനേ സാധിക്കുള്ളൂ. അത് ഇന്നും അങ്ങനെയാണ്, ജീവിക്കുവാണ്. ഞാനതിലും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകമെന്ന് ചോദിച്ചാൽ നേതൃത്വമാണ് അതൊക്കെ വിശദീകരിക്കുന്നത്. ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ഒരു മതേതരത്വം പേർന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ? ഇനി ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ കുഴപ്പം? എല്ലാ ജാതി മത വിഭാഗങ്ങളുടെയും ഒരു കോമ്പിനേഷനിലാണ് പാർട്ടി എല്ലാ തീരുമാനവും എടുക്കാൻ. അല്ലാതെ ഏതെങ്കിലും മതത്തിനോട് പ്രത്യേക മമതയോ ഏതെങ്കിലും മതത്തിനോട് വിരോധമോ ഇല്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. അത് ഹൈക്കമാൻഡ് അക്കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. കേരളത്തിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സവുമില്ല. നമ്മുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളമാണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറെ കൂടെ താല്പര്യം കേരളത്തിൽ പ്രവർത്തിക്കാനാണ്. അദ്ദേഹത്തിന്റെ സേവനം കേരളത്തിലും പ്രയോജനപ്പെടുത്തും, എന്നാൽ ദേശീയ തലത്തിലും പ്രയോജനപ്പെടുത്തും. അബിൻ വർക്കി തീർച്ചയായിട്ടും അർഹതയുള്ള ഒരു നേതാവാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകാൻ യാതൊരു ക്രൈറ്റീരിയ കുറവുള്ള ആളല്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സർവീസസ് പ്രയോജനപ്പെടുത്താൻ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തെ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആക്കിയിട്ടുള്ളത്. അബിൻ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ യോഗ്യത കുറവ് 1% പോലും ഇല്ലാത്ത ആളാണ്. അബിൻ രാഹുലിൻ്റെ കൂടെ ഒരു ടീം എന്നുള്ള രീതിയിൽ യൂത്ത് കോൺഗ്രസിനെ സംസ്ഥാനത്ത് നയിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. ഗ്രൂപ്പ് പിന്തുണയിലാണ് അബിൻ വർക്കി പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേരളത്തിൽ നിൽക്കാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞതും അതൃപ്തിയുടെ പ്രതിഫലനം. ക്രിസ്ത്യാനിയായി പോയത് അയോഗ്യതയാണോ എന്ന ചോദ്യം പോലും അബിൻ ഉയർത്തിയത് ജാതി മത സമവാക്യങ്ങളാണ് പ്രസിഡന്റാകാൻ തടസ്സമായതെന്ന വ്യാഖ്യാനത്തിലുള്ള മറുപടി കൂടിയാണ്. ഐ ഗ്രൂപ്പിന്റെ ദേഷ്യം പാർട്ടി വേദികളിലും കണ്ടു തുടങ്ങി. കോൺഗ്രസ് പരിപാടിയിൽ അബിനെ തോളിലേറ്റി കൊണ്ടുവരുന്നത് പോലെയുള്ള കലാപരിപാടികൾ. അബിനെ തഴഞ്ഞതിൽ ചാണ്ടി ഉമ്മനും നീരസം പ്രകടിപ്പിച്ചത് KCയുടെ ആധിപത്യത്തിനെതിരെ യോജിച്ചുള്ള എതിർപ്പിന്റെ പ്രതിഫലനം. മുൻപ് താൻ നേരിട്ട അവഗണനയെ ഇതോടൊപ്പം ചാണ്ടി ചേർത്ത് വയ്ക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകൻ വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള, വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്. അബിനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അബിൻ പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ്. എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ്. എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി. എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടായ കാര്യമാണ്. ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല. 2, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞേനെ. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത്. പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്നാണ് പറഞ്ഞത്. അല്ല, അതിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാവർക്കും അറിയാം എന്താണ് കാരണമെന്നും എന്താ കാര്യമെന്നും എല്ലാവർക്കും അറിയാം. അവരുടെ സാഹചര്യം ഞാനിപ്പോൾ വിശദമാക്കുന്നില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ പറയും അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയും. അതിന് ഞാനൊരു വിവാദത്തിലില്ല. ഇലക്ഷൻ കഴിയും. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി OJ ജനീഷ് മത്സരിച്ച സമയത്ത് ഐക്കാരൻ, ഇപ്പോൾ KC ഗ്രൂപ്പ് എന്നും യൂത്ത് ബ്രിഗേഡ് എന്നും പറയാം. വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ KC വേണുഗോപാലിന്റെ നോമിനി. വൈസ് പ്രസിഡന്റ് ആകാൻ പോകുന്ന അരിത ബാബു KC ഗ്രൂപ്പ്. ഐയും എയും കളത്തിന് പുറത്ത്. യൂത്ത് കോൺഗ്രസിനെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കാൻ കൂടിയുള്ള ശ്രമമാണ് ഉള്ളവരെയെല്ലാം ഉൾപ്പെടുത്തിയുള്ള KPCC ഭാരവാഹി പട്ടിക. ഒറ്റനോട്ടത്തിൽ KC പട്ടിക എന്ന് തോന്നാമെങ്കിലും എയും ഐയും ആവശ്യപ്പെട്ടവരൊക്കെ ഇതിലിടം നേടിയിട്ടുണ്ട്. ജനറൽ സെക്രട്ടറിയായി 59 പേർ. ആരെ ഒഴിവാക്കാൻ? 19A 17 I. ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുന്നതിനാൽ പഴയ ഗ്രൂപ്പുകളല്ല ഇപ്പോൾ കോൺഗ്രസിൽ. ഐ എന്നും എ എന്നും പറയുമ്പോഴും പലരും അധികാര കേന്ദ്രമായ KC വേണുഗോപാലുമായി അടുപ്പം സൂക്ഷിക്കുന്നവർ. സ്വാഭാവികമായും KC പട്ടിക ആകുന്നതും അതിനാൽ തന്നെ. ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഹൈക്കമാൻഡ് തീരുമാനം എടുത്താൽ ആ തീരുമാനം ഫൈനലാണ്. അതിനോട് എതിർപ്പുണ്ടെങ്കിൽ ഹൈക്കമാൻഡിനെ അറിയിക്കാം. അതല്ലാതെ ഒരു പരസ്യ പ്രതികരണം നടത്തുന്നത് ഈ ഇലക്ഷൻ കാലത്ത് പാർട്ടിക്ക് ഭൂഷണമല്ല. അപ്പം ഞങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവരും പരസ്യമായി പ്രകടിപ്പിക്കാൻ നിന്നാൽ അത് 100% പാർട്ടിയുടെ വിജയസാധ്യത ഇല്ലാതാക്കും. അതുകൊണ്ടാണ് അഭിപ്രായങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്ന് പറയുന്നത്. എല്ലാം തൃപ്തനാണ്, സംതൃപ്തിയിലാണ്. ഇത്രയും ഒരു നല്ല തൃപ്തി എനിക്ക് നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല. രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട. അതൊന്നും ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ട. നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചോണ്ട് കോൺഗ്രസിൽ എല്ലാവരും ഉണ്ട് വല്ല ഇതൊക്കെ ഉണ്ടാകുന്നു.
അതൊന്നും അല്ല. അതൊന്നും എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ല. കോൺഗ്രസ് ഒരു ജംബോ പാർട്ടിയാണ്. അതിനൊരു ചെറിയ നേതൃത്വം പോരാ, ശക്തമായ നേതൃത്വം വേണം. അതിന് കരുത്തുറ്റ നേതൃത്വമാണ് ഇപ്പോൾ AICC അംഗീകരിച്ചിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരാണ്, സന്തുഷ്ടരാണ്, സജീവമാണ്. പരിഭവം കെ മുരളീധരനും കെ സുധാകരനും. ശിഥിലമായ എ ഗ്രൂപ്പിന് കിട്ടിയത് തന്നെ കൂടുതൽ എന്ന സ്ഥിതിയാണ് പലയിടത്തും. മൂന്നാം തുടർ തോൽവി ഒഴിവാക്കാൻ വിശ്രമമില്ലാതെ പണിയെടുക്കേണ്ട പാർട്ടിയാണ് പാർട്ടി പദവികളിൽ തട്ടി നിൽക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഭാരവാഹി പ്രഖ്യാപനം ഉണ്ടാക്കിയ മുറിവ് ഉണങ്ങാനും സമയമെടുക്കും. ഇത് യൂസ് ചെയ്യുന്നല്ലേ ഇപ്പൊ ഈ മാഡം ഇവിടെ ഉള്ള മാഡം യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഈ പെൺകൊച്ചും ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കയറുമ്പോ ഊരി വെപ്പിച്ചിട്ടാണ് ഇവർ കയറ്റേണ്ടത്. പിന്നെ ഇതാണ് പറഞ്ഞേക്കണത്. അതിൽ ഷോൾ ഇട്ട് പഠിക്കാൻ ഇവിടെ യാതൊരു കാരണവശാലും സമ്മതിക്കില്ല. എറണാകുളം പള്ളുരുത്തിയിൽ വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ചെത്തിയതിന് സ്കൂൾ അടച്ചിടേണ്ടി വന്ന സംഭവം ഞെട്ടിക്കുന്നതായിരുന്നു. ഹിജാബ് ധരിക്കാൻ കുട്ടിയെ അനുവദിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നിലപാടെടുത്തതോടെ ക്രൈസ്തവ സഭകളും സർക്കാരും തമ്മിലുള്ള തർക്കത്തിലേക്ക് ഈ വിവാദം ചെന്നെത്തി. ഒത്തുതീർപ്പിന് ശ്രമിച്ച് ഹൈബി ഈഡൻ MP-യും 5 ദിവസം മൗനം പാലിച്ച് മുസ്ലിം ലീഗും പ്രതിരോധത്തിലായി. നിലപാടെടുക്കാനാവാതെ കോൺഗ്രസ്. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ കുട്ടിയോടും കുട്ടികളുടെ പാരൻസിനോടും നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഈവൻ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ആദ്യം ഇവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ, വൺസ് അഡ്മിഷൻ നമ്മുടെ സ്കൂളിൽ കിട്ടുന്നതിന് മുന്നേ. അപ്പോൾ അത് അംഗീകരിക്കുന്നില്ല എന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല സാർ. TC മേടിച്ച് പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ TC മേടിച്ചു പോണത്. ഒന്ന്, എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വിളിയുണ്ടായിരുന്നു. തുടർ പഠനത്തിന് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം, എന്ത് സഹായത്തിനും വിളിക്കാം എന്നറിയിച്ചിട്ടുണ്ട്. പരാതിയുമായിട്ട് പോകും. അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ കുട്ടികൾക്ക് 2 ദിവസം അവധി നൽകുകയാണെന്ന് സർക്കുലർ ഇറക്കിയത് ക്ലാസുകൾ സുഗമമായി നടത്താൻ പറ്റാത്ത സാഹചര്യം എന്ന് വ്യക്തമാക്കിയായിരുന്നു. ഹിജാബ് പറ്റില്ലെന്ന് പറഞ്ഞിട്ടും SDPIയുടെ നേതൃത്വത്തിൽ കുറച്ചാളുകൾ സ്കൂളിലെത്തി ഭീഷണി മുഴക്കിയതാണ് സ്കൂൾ അടച്ചിടാൻ കാരണം. കഴിഞ്ഞ ജൂണിൽ പ്രവേശനം നേടിയ കുട്ടി അടുത്തിടെ ഹിജാബ് ധരിച്ചെത്തിയതും തുടർന്നും ശിരോവസ്ത്രം ധരിക്കാൻ സമ്മതിക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടതും സംശയത്തോടെയാണ് സ്കൂൾ അധികൃതർ കണ്ടത്. മതമൗലികവാദികളാണോ പിന്നിലെന്ന് സംശയം. സംഭവത്തിൽ SDPIയുടെ ഇടപെടലും സംശയം കൂട്ടി. അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും. അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അംഗീകരിക്കേണ്ടതായിട്ട് വരും. പിന്നെ യൂണിഫോം മറയ്ക്കുന്ന നിലയിൽ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്കൂളിന് പൊതുവിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വിശേഷത്തിൽ നമുക്കൊരു ന്യായമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ബാധിക്കുന്ന നിലയിലുള്ള ഒരു ന്യായമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിൽ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഓരോ സ്കൂളിന്റെയും സാഹചര്യം അനുസരിച്ച് അവരോട് സഹകരിക്കുക എന്നുള്ള നിലപാട് മാത്രമേ സ്വീകരിക്കാൻ വേണ്ടി പറ്റൂ. അങ്ങനെ ശിരോവസ്ത്രം ധരിപ്പിക്കില്ല. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് സ്കൂൾ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ പ്രവർത്തിപ്പിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരാൾക്കായിട്ട് ഇളവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സ്കൂളിലെ യൂണിഫോം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാൻ മാനേജ്മെന്റിനാണ് അധികാരം. ഹൈക്കോടതി വിധിയും ഇതിലുണ്ട്. ഹിജാബ് യൂണിഫോമിന്റെ ഭാഗമല്ല, അതിനാൽ അനുവദിക്കാനാവില്ല എന്ന് സ്കൂൾ. പറ്റില്ലെന്ന് രക്ഷിതാക്കൾ. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ. സ്കൂളിന് അനുകൂലമായി ആദ്യം നിലപാട് പറഞ്ഞ മന്ത്രി പിന്നീട് തിരുത്തി. സ്കൂളിനെ വിമർശിച്ച് മന്ത്രി. ആദ്യ ദിവസം ഇടപെടാത്തതിന് പഴികേട്ട എറണാകുളം MP ഹൈബി ഈഡൻ പിറ്റേന്ന് സ്കൂളിലെത്തി ചർച്ചയും നടത്തി. പ്രശ്നപരിഹാരമായെന്ന് പ്രഖ്യാപനം. കുട്ടി ഹിജാബ് ധരിച്ച് ഇനി വരില്ലെന്ന് MP-യുടെ ഉറപ്പ്. എറണാകുളം DCC പ്രസിഡന്റും ഹൈബിക്കൊപ്പം ഈ ഉറപ്പ് നൽകി. ശിരോവസ്ത്രം ധരിക്കുന്നവരുമായി ബന്ധപ്പെട്ടാണല്ലോ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഒരു കുട്ടി അങ്ങനെ വന്ന് പരാതി നൽകി അവർ പിൻവലിച്ചു. ശരി തന്നെയാണ്. പക്ഷേ ആ കുട്ടിക്ക് നിർബന്ധമുണ്ടെങ്കിൽ യൂണിഫോമിന് ഉതകുന്ന അല്ലെങ്കിൽ അതിൽ ചേരുന്ന ശിരോവസ്ത്രം സ്കൂൾ മാനേജ്മെന്റ് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്ത് ആ കുട്ടിക്ക് ധരിച്ചുകൊണ്ട് വരാം. അവരുടെ യൂണിഫോമിനെ ബാധിക്കാത്ത രൂപത്തിൽ കൊടുക്കാം. അപ്പോൾ വിശ്വാസം നഷ്ടപ്പെടില്ല. ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞതുപോലെ അനസും വളരെ
പോസിറ്റീവായിട്ട്, അവരുടെ കുടുംബം പോസിറ്റീവായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടും എന്നുള്ള വിഷയം. പൊതുസമൂഹത്തിനിടയിൽ ഇത്തരത്തിലുള്ള ഈ വിദ്വേഷ മനസ്സുമായി ഇറങ്ങുന്ന ആളുകൾക്ക് ഒരവസരം എന്തായാലും പള്ളുരുത്തിയുടെ മണ്ണിലില്ല. അത് അവരുടെ പിതാവും അവരുമായി ബന്ധപ്പെട്ട അവരുടെ മാതാവും മക്കളും അവരുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും അത് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള സ്റ്റാൻഡ് അവർ സ്വീകരിച്ചു. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹം മാനേജ്മെൻറ്റിനോട് പറഞ്ഞു. മാനേജ്മെൻറ്റ് പറഞ്ഞു റൂൾസ് അനുസരിച്ചാണ് പോകാൻ പറ്റുള്ളൂ. ഹൈബി നടത്തിയത് നാടകമാണെന്ന് പിന്നീട് തെളിഞ്ഞു. MP ഇടപെട്ട് ഒത്തുതീർപ്പായതോടെ മന്ത്രി ഇടപെട്ടു. സ്കൂളിനെതിരെ നടപടിയെന്ന് മുന്നറിയിപ്പ്. വിദ്യാഭ്യാസ അവകാശ നിയമം സ്കൂൾ ലംഘിച്ചെന്ന് മന്ത്രിയുടെ പ്രഖ്യാപനം. സ്കൂളിന് തുടർ NOC നൽകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നറിയിപ്പ്. മന്ത്രിയുടെ ഭീഷണി സ്കൂൾ തള്ളിയതോടെ അനുനയ നീക്കം. ഇപ്പോൾ ഗവൺമെന്റ് കേന്ദ്രീയ സെൻട്രൽ സിലബസ് ഉള്ള അൺഎയ്ഡഡ് സ്കൂളാണ് എങ്കിലും ഇനിയിപ്പോൾ പുതുക്കേണ്ട സമയമാണ്. NOC പുതുക്കുന്നത് നമ്മളാണല്ലോ, വിദ്യാഭ്യാസ വകുപ്പാണല്ലോ പുതുക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് സഹകരിച്ച് മുന്നോട്ട് പോകുക. CBSE അഫിലിയേഷൻ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുന്നു. 2026-27 അക്കാദമിക് ഇയറിലേക്ക് CBSE അഫിലിയേഷനുള്ള NOC സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നും വേണ്ട. ഇപ്പോൾ പുതിയ CBSE അഫിലിയേഷൻ പോളിസി പ്രകാരം NOCയുടെ ആവശ്യമില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ NOCയുടെ ആവശ്യമില്ല CBSE അഫിലിയേഷന്. കുട്ടി സ്കൂൾ മാറുമെന്ന് രക്ഷിതാവ് അറിയിച്ചതോടെ സർക്കാരും രക്ഷപ്പെട്ടു. കുട്ടി ഹിജാബ് ധരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനൊപ്പമെന്ന് മന്ത്രി. ശിരോവസ്ത്രമിട്ട കന്യാസ്ത്രീയാണ് തട്ടമിട്ട വിദ്യാർത്ഥിനിയെ വിലക്കിയതെന്ന് മന്ത്രിയുടെ പ്രസ്താവന ക്രൈസ്തവ സഭകളെ പ്രകോപിതരാക്കി. മന്ത്രിയുടെ മാപ്പപേക്ഷ ആവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ്, SDPIയും മതമൗലികവാദികളും ആവശ്യപ്പെടുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഏറ്റുപാടുന്നു എന്ന് BJPയും സംഘ് പരിവാർ സംഘടനകളും. ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയൂ. ഈ വിഷയം മുൻപ് പറഞ്ഞ മറുപടി തന്നെയാണ്. പള്ളുരുത്തിയിൽ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അത് ഏത് സ്വഭാവത്തിലുള്ളതാണ്, അതിന്റെ പ്രേരണ എന്താണ്, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്, ഈ വിഷയങ്ങളെ കുറിച്ച് ഗൗരവമായി പഠിക്കാൻ യോഗം തീരുമാനിച്ചു. ഇവിടുത്തെ സെക്യുലറിസം എപ്പീസ്മെന്റ് അല്ല, ഇത് ജമാഅത്തെ ഇസ്ലാമിയും SDPI അല്ല തീരുമാനിക്കേണ്ടത്. നമ്മുടെ നാട്ടിൻ്റെ സംസ്കാരവും നമ്മുടെ നാട്ടിൻ്റെ സെക്യുലറിസം അത് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മലയാളികളും, ഹിന്ദു ആണെങ്കിൽ ക്രിസ്ത്യൻ ആണെങ്കിൽ മുസ്ലിംസ്, അവർ തീരുമാനിക്കും. ഇത് ജമാഅത്തെ ഇസ്ലാമിയും SDPI അല്ല തീരുമാനിക്കേണ്ടത്. ശിവൻകുട്ടിജി കൃത്യമായി മനസ്സിലാക്കേണ്ടത് സ്കൂളിനുണ്ട് അവകാശം, സ്റ്റുഡൻസിനുണ്ട് അവകാശം. അവരുടെ അവകാശങ്ങളെല്ലാം രക്ഷിക്കാനും സംരക്ഷിക്കാൻ BJP വേണ്ടത്ര ഇറങ്ങും. അതിന് ഒരു സംശയം ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഇവിടെ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങളും നടത്തുന്നുണ്ട്. ഓരോ വിഭാഗം നടത്തുന്ന വിദ്യാലയം അവർക്ക് വേണ്ടി മാത്രം എന്നുള്ളത് നമുക്ക് പറ്റൂലല്ലോ. ഇത് ഇന്നൊരു വിഭാഗം തുടങ്ങിയാൽ നാളെ വേറെ വിഭാഗം തുടങ്ങും. ഓരോ വിഭാഗം നടത്തുന്ന സ്കൂളുകൾ അതാത് വിഭാഗങ്ങൾക്ക് മറ്റുള്ളവരുടെ വേഷവും കാര്യവും മറ്റും ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്ന കാര്യങ്ങളാണ്. നിയമം മാത്രം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ പള്ളുരുത്തി സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ വളരെ അനഭിലഷണീയമാണ്. അത് അസഹിഷ്ണുതയുടെ അതിൻ്റെ ആ വാർത്താസമ്മേളനവും അത് സംബന്ധിച്ച അവർ പറഞ്ഞതും അതുപോലെ തന്നെ അതിനെ എതിർത്ത് പറഞ്ഞതും എല്ലാം അസഹിഷ്ണുതയുടെ ഉദാഹരണങ്ങളാണ്. SDPIയുടെ ഇടപെടൽ ഉള്ളതിനാൽ ആദ്യ ദിവസങ്ങളിൽ മിണ്ടാതിരുന്ന ലീഗിന് ഒടുവിൽ കളത്തിൽ ഇറങ്ങേണ്ടി വന്നത് വിദ്യാഭ്യാസ മന്ത്രി ഹിജാബിനൊപ്പം നിലപാടെടുത്തതാണ്. ഇതോടെ ലീഗിന്റെ മൗനം വിമർശനത്തിനും ഇടയാക്കിയിരുന്നു. ഹിജാബിന്റെ പേരിൽ സ്കൂളിലുണ്ടായ പ്രശ്നം ഒത്തുതീർപ്പായിട്ടും പക്ഷം പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രി എത്തിയതാണ് ആളിക്കത്താൻ കാരണമായത്. നിയമം അനുവദിക്കാത്ത ഇടപെടലിനാണ് മന്ത്രി ശ്രമിച്ചത്. SDPI പോലുള്ളവർക്ക് വടി കൊടുക്കുന്ന പോലുള്ള ഇടപെടൽ. ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ മതവിശ്വാസത്തിന്റെ പേരിലുള്ള കടന്നുകയറ്റം നടക്കുന്നുണ്ടെന്നും അതിനെതിരെ ഇടതു വലതു മുന്നണികൾ ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്നും ക്രൈസ്തവ സഭകൾ ആശങ്കപ്പെട്ടിട്ട് കുറെ കാലമായി. മുൻപ് നിസ്കാരമുറിയുടെ കാര്യത്തിലൊക്കെ സഭ ഈ ആശങ്ക പങ്കുവച്ചതാണ്. പള്ളുരുത്തിയിലും സംഭവിച്ചത് മറ്റൊന്നല്ല. ശബരിമലയിലെ സ്വർണം കട്ടവരിൽ ഒരാൾ അറസ്റ്റിലായി. സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരും പങ്കുപറ്റിയവരും ഇപ്പോഴും പുറത്തു വിലസുന്നു. പോറ്റി ചെറിയ മീനാണെന്ന് എല്ലാവർക്കും അറിയാം. വലിയ മീനുകൾ ശബരിമലയ്ക്ക് ചുറ്റും ഇപ്പോഴും കറങ്ങി നടക്കുന്നു.
സ്വർണ്ണപ്പാളിയിൽ നിന്ന് മാത്രം കവർന്നത് 2 കിലോയോളം സ്വർണം. അയ്യപ്പനെ അയ്യപ്പൻ തന്നെ കാക്കേണ്ടി വരും. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണം ഉള്ളതിനാൽ പ്രത്യേക അന്വേഷണ സംഘം ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടികൂടി 10 പ്രതികളുമായി. പ്രധാന കേസായ സ്വർണ്ണപ്പാളി മോഷണത്തിൽ പോറ്റിക്കൊപ്പം അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് പ്രതികൾ. വാതിൽ ക്രമക്കേടിൽ ദേവസ്വം ബോർഡിലെ അന്നത്തെ ഭരണസമിതിയും. പോറ്റിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ SIT നൽകിയ ആദ്യ റിപ്പോർട്ടിൽ സ്വർണം കട്ടതിൻ്റെ ചില വിവരങ്ങളുണ്ട്. എല്ലാം ഉദ്യോഗസ്ഥരും പോറ്റിയും ചേർന്നുള്ള തട്ടിപ്പ് എന്ന തരത്തിലാണ് അന്വേഷണം പോകുന്നതെങ്കിലും അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. സ്വർണ്ണപ്പാളി ചെമ്പാണെന്ന് പറഞ്ഞ് ഒരു ഉദ്യോഗസ്ഥൻ രേഖയുണ്ടാക്കി വൈകാതെ തന്നെ അത് ചെമ്പാണെന്ന് ഉത്തരവിറക്കാൻ ആരൊക്കെ കൂട്ടുനിന്നു? അത് ഉദ്യോഗസ്ഥർ മാത്രമല്ല, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ, ബോർഡ് അംഗങ്ങൾ ഉത്തരം നൽകേണ്ടി വരും. ചോദ്യം ചോദിക്കണമെന്ന് മാത്രം. അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യങ്ങളിലൊന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതെന്താ അതിൻ്റെ FIR അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. യഥാർത്ഥ കാര്യങ്ങളെ വിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ കേസിനകത്ത് അന്നത്തെ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി അക്കാര്യത്തെ നേരിടും. ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റും ഉണ്ടായിട്ടില്ല. പ്രസിഡന്റ്മാർ 2 പേര് FIR-ൽ പ്രതി ചേർത്തതായിട്ട് മനസ്സിലാക്കുന്നത്. എന്തിനു പ്രതി ചേർത്തു എന്നും എനിക്കറിയില്ല. അത് പഠിച്ചാലും മനസ്സിലാക്കിയാലേ എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റുള്ളൂ. നേരത്തെ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു സത്യസന്ധമായിട്ടുള്ള ശരിയായിട്ടുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ്. ആ അന്വേഷണം 6 ആഴ്ചയ്ക്കകത്ത് പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. നമ്മൾ 6 ആഴ്ചക്കാലം കാത്തിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥ പ്രതികളെ നിശ്ചയമായിട്ടും ഹൈക്കോടതി നിയോഗിച്ച ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തു കൊണ്ടുവരും. അതുവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. വളരെ വേഗത്തിലായില്ലേ, വളരെ സന്തോഷകരമല്ലേ. നിയമത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റവാളികളെല്ലാം വരണം, വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ പ്രതിയെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, ബാക്കി ചോദ്യം ചെയ്യൽ വരട്ടെ. വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വളരെ സമഗ്രമായ അന്വേഷണം സമയബന്ധിതമായി നടക്കും നമ്മളെല്ലാം പ്രതീക്ഷിച്ചു. അതിനനുസരിച്ച് തന്നെ വളരെ വേഗത്തിൽ അയാളുടെ അറസ്റ്റ് ഇന്നലെ രാത്രി തന്നെ നടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നു. ബാക്കി അന്വേഷണത്തിലൂടെ വരട്ടെ പുറത്ത്. അതിന് മുമ്പ് നമുക്ക് ഉണ്ട്, വരണം, നിശ്ചയമായി. ആരൊക്കെ ഉണ്ടല്ലോ അവരെല്ലാം വരണം, ഒരാളും വിടാൻ പാടില്ല. അത് തന്നെയാണ് ഗവൺമെന്റ് അഭിപ്രായം. ലക്ഷോപലക്ഷം വിശ്വാസികളുടെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ താല്പര്യങ്ങളും അവരുടെ വിശ്വാസവും ഒക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. അതിൽ ദേവസ്വം ബോർഡിന്റെ നിലപാട്, സർക്കാരിന്റെ നിലപാട് സുവ്യക്തമായി പ്രഖ്യാപിച്ചും കഴിഞ്ഞു. കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് 6 ആഴ്ച ഒന്ന് ക്ഷമിക്കുവാൻ തയ്യാറാകണം. 6 ആഴ്ച ക്ഷമിച്ച് ഈ അന്വേഷണ ഏജൻസിയോട്, കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തുന്ന ഈ അന്വേഷണ ഏജൻസിയോട് സഹകരിക്കുവാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാകണം. അതല്ല, കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ വിശ്വാസമില്ലെങ്കിൽ അത് രേഖപ്പെടുത്തുവാൻ തയ്യാറാകണം. 2 കിലോ സ്വർണം പൊതിഞ്ഞ 2 സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകാൻ പോറ്റിക്ക് കഴിഞ്ഞത് ദേവസ്വം ബോർഡിൽ അത്രമാത്രം സ്വാധീനമുള്ളതിനാൽ. മാറി മാറി വന്ന ബോർഡ് ഭരണസമിതിയുമായും ദേവസ്വം മന്ത്രിമാരുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നല്ല ബന്ധം. സ്വർണം ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസുവിന് ഇമെയിൽ പോലും അയച്ചതാണ്. എന്നിട്ടും ആർക്കും ഒരു സംശയവും തോന്നിയില്ല. അതേ പോറ്റിക്ക് അതേ സ്വർണ്ണപ്പാളികൾ കഴിഞ്ഞ മാസവും നന്നാക്കാൻ വേണ്ടി നൽകാൻ ആർക്കും കൈവിറച്ചില്ല. ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ, ഈ കവർച്ച ചെയ്ത സാധനങ്ങൾ മുഴുവൻ അയ്യപ്പന്റെ ക്ഷേത്ര സന്നിധിയിൽ തിരിച്ചെത്തുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ സമരവുമായി മുന്നോട്ട് പോകും. ഈ ഗവൺമെന്റിന്റെ അവസാന നാളുകളാണ്. ചുരുക്കി പറഞ്ഞാൽ പിണറായി സർക്കാർ സ്റ്റണ്ടും സെക്സും നിറഞ്ഞൊരു സിനിമയായിട്ട് മാറിയിരിക്കുന്നു. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ പോലീസുകാരെ വെച്ചിട്ടൊക്കെ കേസ് തേച്ച് മാച്ച് കളയാന്ന് കരുതണ്ട. സ്വർണം കട്ടത് മാത്രമല്ല, ആചാര ലംഘനം ഉൾപ്പെടെ നടത്തിയ പഴയ സംഭവങ്ങൾ നമ്മളൊക്കെ
സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ പിണറായി വിജയൻ പറയുന്നത് സ്വാമിയെ ഭരണമയ്യപ്പ. ഇപ്പോൾ ഒരു ചാൻസും കൂടെ വേണമെന്നാണ് പിണറായി പറയുന്നത്. ഇനി ഒരു ചാൻസും കൂടെ ഇദ്ദേഹത്തിന് കൊടുത്താലുണ്ടല്ലോ, നമ്മളൊക്കെ അടുത്ത വർഷം സ്വാമിയെ എന്ന് വിളിച്ചാൽ അയ്യപ്പൻ പറയും ഞാൻ ഇയാളുടെ വയറ്റിൽ കിടക്കുകയാണ് മകനെ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഇനി കാരണം ഇനി വിഴുങ്ങാൻ അത് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാം കൊണ്ടുപോയി. 4.5 kg സ്വർണം ശബരിമല പുണ്യ ഒരു അമ്പലത്തിൻ്റെ 4.5 kg സ്വർണം മിസ്സിംഗ് ആണെന്ന് പറയുമ്പോൾ ഞങ്ങൾ കാണുന്നത്, സാധാരണ ജനങ്ങൾ കാണുന്നത് ഇതൊരു കൊള്ളയാണ്, ഒരു ഏറ്റവും അൺഅക്സെപ്റ്റബിൾ ഒരു എക്സ്പ്ലോയിറ്റേഷനും ഒരു എന്താ പറയുക ഒരു ഇൻസൾട്ടാണ്. അത് ഞങ്ങൾ ഈ വശത്ത് ഇങ്ങനെ കാണുമ്പോൾ മുഖ്യമന്ത്രി ഡൽഹി പോയി പറഞ്ഞത് എന്താണ്, ഇതൊരു വീഴ്ചയാണെന്ന്. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഞങ്ങൾ കാണുന്നതും ജനങ്ങൾ കാണുന്നതും മുഖ്യമന്ത്രി ചെയ്യാൻ ശ്രമിക്കുന്നതും ഇതിൽ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 30 വർഷമായിട്ടുള്ള ശബരിമലയിലെ എല്ലാ ക്രമക്കേടുകളെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാക്കണമെന്ന് BJP ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വരും ദിവസങ്ങളിൽ ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. 2019 മുതൽ ഇപ്പോൾ വരെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം മന്ത്രിമാരും നേരിട്ടോ അല്ലാതെയോ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരാണ്. എല്ലാം സുതാര്യമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അല്ല എന്ന് വ്യക്തമാകുമ്പോൾ ഉദ്യോഗസ്ഥർ മാത്രം ഉത്തരവാദികൾ എന്ന് പറഞ്ഞ് കൈ കഴുകുമ്പോൾ ഓർക്കുക, ഇവിടെ ഉദ്യോഗസ്ഥ ഭരണമല്ല, ജനാധിപത്യ സർക്കാരാണ് ഭരിക്കുന്നത്. അത് സൗകര്യപൂർവ്വം മറക്കരുത്.